കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കെ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങിയ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഗായകൻ ജാസി ഗിഫ്റ്റ് രംഗത്ത്. പരിപാടി അവതരിപ്പിക്കുന്നതിനിടെ മൈക്ക് പിടിച്ചു വാങ്ങി പരിപാടി നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നും ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായതെന്നും ജാസി ഗിഫ്റ്റ് പറഞ്ഞു. പ്രധാന അധ്യാപികയ്ക്ക് പാട്ട് ഇഷ്ടമായിട്ടില്ല എന്നായിരുന്നു വാദം. എന്നാൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തുവെന്നും വിദ്യാർത്ഥികൾ തനിക്കൊപ്പം നിന്നുവെന്നും ജാസി ഗിഫ്റ്റ് പറഞ്ഞു. ജാസി ഗിഫ്റ്റിനൊപ്പം കോറസ് പാടാൻ വന്ന ആളെയും പ്രിൻസിപ്പാൾ അപമാനിച്ചുവെന്ന ആരോപണമുണ്ട്. കൂടെ പാടാൻ വന്ന ആളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കൂടെ കോറസ് പാടാൻ എത്തിയത് സജിനായിരുന്നു. കുറേ കാലം സജിൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. രണ്ടാമത്തെ ഗാനം പാടുന്നതിനിടയ്ക്കാണ് പ്രിൻസിപ്പൽ സ്റ്റേജിൽ കയറി വന്നത്. ഫോർ ദ പീപ്പിൾ മുതൽ എന്നോടൊപ്പമുള്ള സജിനും ആ ഗാനം ആലപിക്കാനുണ്ടായിരുന്നു. സജിൻ പാടി തുടങ്ങിയപ്പോൾ തന്നെ പ്രിൻസിപ്പൽ സ്റ്റേജിൽ കയറി വരികയും മൈക്ക് പിടിച്ചു വാങ്ങി ഒരാൾ മാത്രം പാടിയാൽ മതിയെന്ന് പറയുകയുമായിരുന്നു. ഇതൊരു പെയ്ഡ് പരിപാടിയാണെന്നും ഇതിവിടെ അനുവദിക്കില്ലെന്നുമായിരുന്നു മൈക്കിലൂടെ അവർ വിളിച്ചു പറഞ്ഞത്. എൻ്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഇങ്ങനെയൊരു അപമാനം നേരിട്ടിട്ടില്ല. ഞാനെന്ന ഭാവത്തോടെയായിരുന്നു അവർ പെരുമാറിയത്. ഗായകൻ എന്നതിലുപരി അവരെപ്പോലെ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഞാനും. പരിപാടിയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞോ അവർക്ക് പറയാമായിരുന്നു. അല്ലാതെ ഒരാൾ പാടിക്കൊണ്ടിരിക്കെ മൈക്ക് പിടിച്ചു വാങ്ങുന്നത് അംഗീകരിക്കാനാവില്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, അവിടെ സഹിഷ്ണുത എന്താണെന്ന് പഠിപ്പിക്കേണ്ട കേന്ദ്രമല്ലേ. വിദ്യാർത്ഥികൾ തനിക്കൊപ്പം നിന്ന് സമരത്തിന്റെ വക്കീലെത്തിയെന്നും ജാസി ഗിഫ്റ്റ് പറഞ്ഞു. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനുജ ജോസഫാണ് ജാസി ഗിഫ്റ്റിൽ നിന്ന് മൈക്ക് പിടിച്ചെടുത്ത് പാട്ട് നിർത്താൻ ആവശ്യപ്പെട്ടത്. കോളേജിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ സംഗീത സംവിധായകനും ഗായകനുമായ ഡോക്ടർ ജാസി ഗിഫ്റ്റിനെ കോളേജ് പ്രിൻസിപ്പൽ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രിൻസിപ്പാളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജാസി ഗിഫ്റ്റ് വേദി വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംഭവം വിവാദമായതിനു ശേഷം പ്രതികരണവുമായി ജാസി ഗിഫ്റ്റ് രംഗത്തെത്തിയിരുന്നു. ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്ന് അപമാനിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നും സജിനും പ്രതികരിച്ചു.